ക്ലാസ്സുകൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ സജീവമായി ധന്യമാക്കിയ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോരുത്തരും രണ്ട് വാക്ക് പറയാനുള്ള അവസരം ആണ് നമ്മളിവിടെ ഒരുക്കുന്നത്. അതോടൊപ്പം മുൻകൂറായി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ചായയും ചെറിയ കടിയും എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നതാണ് മറ്റാരും ശരി തന്നെ ആ സമയത്ത് തൃപ്തിയായിട്ട് സ്വീകരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അനുശോചന സമ്മേളനത്തിൽ ഓരോരുത്തരും പങ്കെടുക്കുക. ഓരോരുത്തരും അവരവരുടെ പേര് പറഞ്ഞിട്ട് അവരവരുടെ അനുശോചനം അറിയിക്കുക. ഞാൻ യുക്തിവാദി സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. വളരെ നാളുകളായിട്ട് അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഈ ചെറിയ സമയത്തിൽ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന് കേരള യുക്തിവാദി സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി സന്തോഷ് മാനവത്തിനെ, സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് മാനവത്തിനെ പ്രിയമുള്ളവരെ, സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ആലപ്പുഴ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിറ സാന്നിധ്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ സുമൻ സാർ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ മരണശേഷവും വൈദ്യ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി അദ്ദേഹത്തിന്റെ ബോഡി ആലപ്പുഴ മെഡിക്കൽ കോളേജിന് 4 മണിക്ക് കൈമാറുകയാണ്. താൻ ജീവിച്ചിരുന്നപ്പോഴും സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയും സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്ക് എതിരായ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടൊക്കെ പോരാടിയ മനുഷ്യനാണ്. മരണശേഷവും അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ശരീരം മറ്റുള്ളവർക്ക് വൈദ്യ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വേണ്ടി കൊടുക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇന്ന് നിറവേറ്റുകയാണ്. കേരളത്തിൽ ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെ കാലമായിട്ടുള്ള ബന്ധം സുമൻ സാറുമായിട്ടുണ്ട്. ഞാൻ യുക്തിവാദി പ്രസ്ഥാനത്തിൽ കടന്നു വന്ന 80കളുടെ ആദ്യകാലം മുതൽ തന്നെ സാറുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ദീർഘകാലം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തന്റെ പ്രവർത്തനങ്ങൾ ഒറ്റയാൻ പോരാട്ടമായി അദ്ദേഹം സമൂഹത്തിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമാണ്. തന്റെ ചിത്രരചനകളിലൂടെ സമൂഹത്തിലെ വിഷയങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കാൻ അദ്ദേഹം നിതാന്ത ജാഗ്രത പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളെയും ബാധിക്കുന്ന ശബ്ദമലിനീകരണത്തിനെതിരായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒറ്റയാൾ പോരാട്ടം സുപ്രീം കോടതി വരെ ആ കേസ് എത്തുകയും ആ കേസിലൂടെയാണ് ശബ്ദമലിനീകരണത്തിനെതിരായിട്ടുള്ള നിയമ നിർമ്മാണങ്ങൾ പിന്നീട് കോടതികളിലായാലും ശരി നിയമസഭകളിലായാലും ശരി പിന്നീട് ആ നിയമം വരുന്നതൊക്കെ സുമൻ സാറ് മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒറ്റയാൾ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ നാട്ടില് കർക്കിടക മാസത്തിൽ രാമായണ മാസമായിട്ട് ആചരിക്കുമ്പോൾ അതിനെതിരായിട്ട് അദ്ദേഹം രാവണ മാസമായി ആചരിച്ചുകൊണ്ട് അതിന്റെ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തമിഴ്നാട്ടിലെ EVRന്റെ രാമസ്വാമി പെരിയോറിന്റെ പ്രവർത്തനങ്ങൾ പോലെ ഒരു വേറിട്ട പ്രവർത്തനങ്ങളാണ്, വേറിട്ട ശൈലിയാണ് അദ്ദേഹം സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. നല്ലൊരു ചിത്രകലാ അധ്യാപകനായിരുന്നു. അതുപോലെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള മറ്റ് മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റാൻഡ്, അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാട് അറിയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് സുമൻ സാർ. ജീവിതത്തിലുടനീളം യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ കൂടെ ഒപ്പം സഞ്ചരിക്കുകയും അതിന്റെ നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ആലപ്പുഴ ജില്ലയിൽ ഈ സംഘടന കെട്ടിപ്പടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സുമൻ സാർ. തീർച്ചയായും സുമൻ സാറിന്റെ ഈ വിയോഗം ആലപ്പുഴയിലെ യുക്തിവാദി പ്രസ്ഥാനത്തിനും പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ കേരള യുക്തിവാദി സംഘത്തിനും മൊത്തത്തിലുണ്ടായ ഒരു നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ കേരള യുക്തിവാദി സംഘം അനുശോചനം അറിയിക്കുന്ന ഒപ്പം അദ്ദേഹത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങള് എന്നും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിനുള്ള ആദരവ് കേരള യുക്തിവാദി സംഘത്തിന്റെ പേരിൽ ഇവിടെ അറിയിക്കുന്നു. നന്ദി. ദുഃഖാർത്ഥരായ സുമൻ സാറിന്റെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, നീണ്ട സംഘടനാ ബന്ധമാണ് സുമൻ സാറുമായിട്ടുള്ള എനിക്കുള്ളത്. അന്നുകൂടെ പറയേണ്ട ഒരു അവസരമല്ല എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ അദ്ദേഹം പോരാടിയിട്ടുള്ളത് ശബ്ദമലിനീകരണത്തിനെതിരെയാണ്. ജില്ലാ കോടതി മുതൽ സുപ്രീം കോടതി വരെ നിരന്തരം കേസും ആയി മുന്നോട്ട് പോയിക്കൊണ്ടാണ് ഈ നാട്ടിലുള്ള കോളാമ്പികൾ അഴിച്ചു മാറ്റുന്ന രീതിയിൽ വരെ അദ്ദേഹം ഉത്തരവ് വാങ്ങിയിട്ടുള്ളത്. പക്ഷെ ആ ഉത്തരവ് നടപ്പാക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ള ഏറ്റവും ഖേദകരമായ കാര്യം എന്നുള്ള കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. കോളാമ്പി ഉപയോഗിക്കാൻ പാടില്ല, കോളാമ്പി ഉച്ചഭാഷ ഉപയോഗിക്കാൻ പാടില്ലെന്ന സുപ്രീം കോടതി വിധി ഇപ്പോഴും
ഭരണകർത്താക്കളുടെ മേശപ്പുറത്തും മേശവലിപ്പിലും ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അങ്ങനെ നിരവധി പോരാട്ടങ്ങൾ അദ്ദേഹം, ഒറ്റയാൾ പോരാട്ടം, സംഘടനാ തലത്തിലുള്ള പോരാട്ടങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട്. നിരവധി പ്രസ്ഥാനങ്ങളിലും നേതൃത്വപരമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ചിത്രകലാ പരിഷത്ത്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അങ്ങനെ ഒരുപാട് സംഘടനകളിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ വിയോഗത്തിന് അനാഥമാകുന്ന ഒരു കൂട്ടം ജീവനുകളുണ്ട്. തെരുവുനായ്ക്കൾക്ക് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം ഭക്ഷണം കൊടുത്തിരുന്നു. അതാ തെരുവുനായ്ക്കളെല്ലാം അതോടുകൂടി അനാഥമാവുകയാണ്. അങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ 6 മണിക്ക് ശേഷം നമ്മളോട് വിട്ടുപിരിഞ്ഞത്. എന്തായാലും കൂടുതൽ നീട്ടി കൊണ്ടുപോകുന്നില്ല. സുമൻ സാറിന്റെ വിയോഗത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവിധ അഭിവാദ്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിന് അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. സുമൻ സാറുമായി ഒരു നീണ്ട 40 വർഷക്കാലത്തെ പരിചയവും സ്നേഹബന്ധവുമാണ് ഉള്ളത്. ആദ്യകാലത്ത് ഞാനൊരു മാഗസിൻ നടത്തിയിരുന്ന കാലത്ത് അദ്ദേഹത്തെ കൊണ്ട് ലേഖനങ്ങൾ എഴുതിപ്പിച്ചു. അന്ന് ടി.പി. സുമനൻ കളർ കോഡ് എന്ന പേരിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ സുമനൻ സാറിനെ കേൾക്കുന്നത് എപ്പോഴും പൊതുജനങ്ങൾക്ക് ദോഷകരമായി മാറുന്ന ഉച്ചഭാഷിണി ശല്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഒരു നീണ്ടകാല ചരിത്രമാണ് കേട്ടിട്ടുള്ളത്. സുപ്രീം കോടതി വരെ പോവുകയും അതിനുവേണ്ടി അനവധി പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്ത ഒരു വലിയ ജീവിതമാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു 4-5 മാസം മുമ്പ് ഇവിടെ ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ സാറിന്റെ അതിഥിയായി ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ട് രാവിലെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഒരു കോള് വരുന്നത്. ആ കോള് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള ഉച്ചഭാഷിണിയുടെ മലിനീകരണത്തിനെതിരെ അദ്ദേഹം കൊടുത്ത പരാതിയിന്മേൽ ആണ് ആ വിളി എന്നുള്ള. അദ്ദേഹം എനിക്ക് 2 സമ്മാനങ്ങൾ തരികയുണ്ടായി. ഒരിക്കൽ ഒരു മാധ്യമ പുരസ്കാരം, യുക്തിവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കുള്ള പുരസ്കാരം 3-4 പേർക്ക് കൊടുത്ത കൂട്ടത്തിൽ ഒരെണ്ണം എനിക്കാണ് അദ്ദേഹം തന്നത്. ഞാൻ യുക്തിരാജ്യം രണരേഖ എന്ന മാസിക നടത്തി. അതുപോലെ ഈ 4-5 മാസം മുമ്പുള്ള ഇവിടെ നടന്നൊരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അദ്ദേഹം അനൗൺസ് ചെയ്തു ഒരു സമ്മാനം. അതും എന്നെ വിളിച്ച് തരികയുണ്ടായി. ആ സമ്മാനം എന്ന് പറയുന്നത് ഒരു പണപ്പൊതിയാച്ചത്. 2000 രൂപയുണ്ട് എന്ന് പറഞ്ഞു തന്നെങ്കിലും ഞാൻ അഴിച്ചു നോക്കിയപ്പോൾ 3000 രൂപയുണ്ടായി. അത് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സജീവമായി പ്രവർത്തിക്കുന്നതിനോടുള്ള അദ്ദേഹത്തിന്റെ നന്ദി പ്രകടിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. എന്നെ പോലെ അനവധി ആൾക്കാർക്ക് അദ്ദേഹം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നഷ്ടം നമുക്ക് വളരെ വലുതാണ്. അദ്ദേഹം വ്യക്തിജീവിതത്തിൽ മതപരമായി വിശ്വസിക്കുകയോ ആചരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നതിലുപരി അങ്ങനെ ജീവിതം ജീവിച്ചു കാണിച്ചു എന്നുള്ളതാണ്. ഈ സമൂഹത്തിൽ എല്ലാ മതവിശ്വാസങ്ങളെയും സഹായത്തോടെ എല്ലാവരും ജീവിക്കുമ്പോൾ അതൊന്നും ഇല്ലാതെയും ജീവിക്കാൻ കഴിയുമെന്ന് വ്യക്തി ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള ഈ സമാപനമായി കാണുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി തെളിയിക്കുന്നത്. സാധാരണ മരണാനന്തരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചടങ്ങുകളൊന്നുമില്ലാതെ ഇനിയും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർക്ക് വേണ്ടി യുക്തിബോധവും ശാസ്ത്രബോധവും ഒക്കെ പ്രചരിപ്പിക്കുന്നവർക്ക് വേണ്ടി ഗുണകരമാകട്ടെ എന്നുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബോഡി മരണാനന്തരം ഇങ്ങനെ ദാനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. ഇതെല്ലാം ഈ നമ്മുടെ സമൂഹത്തിന് അദ്ദേഹം നൽകുന്ന മാതൃകയാണ്, എല്ലാവർക്കും വഴികാട്ടിയാണ്. അദ്ദേഹത്തിന്റെ നഷ്ടം
അങ്ങേയറ്റം വേദനാജനകമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ എന്റെ വാക്കുകൾ എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ പറയുന്നില്ല, കാരണം സുഗതൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല. ഞങ്ങളൊക്കെ ഈ സ്വതന്ത്ര ചിന്ത, യുക്തി ചിന്ത രംഗത്തേക്കൊക്കെ ഇറങ്ങി വരുന്നതിന് പ്രചോദനമായിട്ടുള്ള ഒരു വലിയ ഒരു സ്ഥാനീയൻ കൂടിയാണ് അദ്ദേഹം. എനിക്കൊരു കാര്യത്തിൽ മാത്രം വ്യക്തിപരമായ ഒരു വിഷമമുള്ളത്, സാർ ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരു ചെറിയ ഒരു ചായ സൽക്കാരം നടത്തിയത്. ചായ സൽക്കാരം എന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറ്. അപ്പൊ അതിന് എല്ലാവരും വരണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ അന്ന് സ്ഥലത്തോട്ടായിരുന്നില്ല, പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു വിഷമമുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ദിവസം വന്ന് കണ്ടോളാന്ന് പറഞ്ഞു, പക്ഷെ കഴിഞ്ഞില്ല. ഈ അടുത്ത ദിവസം തന്നെ ഞാൻ റെജിമോനെ വിളിച്ചു, പിന്നെ അനിലിനെയൊക്കെ വിളിച്ചിട്ട് അന്വേഷിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഇന്ന് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്നറിഞ്ഞു. ആ ഒരു സ്വകാര്യമായ ഒരു ദുഃഖമുണ്ട്. ഈ വീട്ടിലും ഈ മുറ്റത്തുമൊക്കെ ഞങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പഠിക്കുകയൊക്കെ ചെയ്തു. സുഗതൻ സാർ എന്ന് പറയുന്നത് എപ്പോഴും ഞങ്ങളുടെ ഒരു ജീവനായിരുന്നു. വ്യക്തിബന്ധം നിലനിർത്തുക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയായി ഞങ്ങൾ. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള സുഗതൻ സാറുമായിട്ട് ഒരു 15 കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു സുഹൃത്തായിട്ട് മാത്രമേ അനുഭവപ്പെടും. വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ചിന്തയും അതുപോലെയുള്ള വീക്ഷണവുമുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ നൽകിയിട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ വരും തലമുറയ്ക്ക് വളരെ പ്രചോദനകരമായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും എല്ലാവരുടെയും ഒപ്പം ഉണ്ടാവും എന്ന് മാത്രം പറയുകയാണ്. എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരും. താങ്ക് യു.